കാറ്റാടിക്കാട്ടിൽ ഇന്ന് വലിയ ആഘോഷമാണ്. പക്ഷികളും കുരങ്ങന്മാരും ചേർന്ന് ഒരു വലിയ പാട്ടുത്സവം ഒരുക്കുകയാണ്. തമ്പുആനയ്ക്ക് പാടാൻ കഴിയില്ലെങ്കിലും അവന് താളം പിടിക്കാൻ വലിയ ഇഷ്ടമാണ്. തന്റെ വലിയ കാതുകൾ വട്ടം പിടിച്ചും വാലാട്ടിയും അവൻ ഓരോ പക്ഷിയുടെയും പാട്ടിനൊത്ത് നൃത്തം ചെയ്തു. പെട്ടെന്നാണ് കാടിന്റെ തെക്കേ അറ്റത്തു നിന്ന് ഒരു വല്ലാത്ത ശബ്ദം കേട്ടത്. സംഗീതം നിലച്ചു. എല്ലാവരും അങ്ങോട്ട് നോക്കി. കാട്ടിലെ കുഞ്ഞു പക്ഷിയായ ചിന്നു ഒരു മുൾച്ചെടിയുടെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്നു. ചിന്നുവിന്റെ ചിറകുകൾ മുള്ളുകളിൽ കുടുങ്ങിപ്പോയി. അവൾ വേദന കൊണ്ട് കരയുകയായിരുന്നു. മറ്റു പക്ഷികളും മൃഗങ്ങളും മുള്ളുകൊള്ളുമെന്ന പേടിയിൽ ചിന്നുവിനെ രക്ഷിക്കാനാകാതെ നിന്നു. തമ്പു വേഗം അങ്ങോട്ടേക്ക് ചെന്നു. പേടിക്കേണ്ട ചിന്നു, ഞാൻ നിന്നെ സഹായിക്കാം, തമ്പു പറഞ്ഞു. തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ മുള്ളൻ ചെടി പിഴുതെറിയാൻ തമ്പുവിന് ഒരു നിമിഷം മതി. പക്ഷേ അങ്ങനെ ചെയ്താൽ മുള്ളുകൾ ചിന്നുവിന്റെ ദേഹത്ത് കൂടുതൽ തറയ്ക്കുമെന്ന് തമ്പുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തമ്പു തന്റെ തുമ്പിക്കൈ വളരെ പതുക്കെ ചലിപ്പിച്ചു. മുള്ളുകൾക്കിടയിലൂടെ തുമ്പിക്കൈ കൊണ്ടുചെന്ന് ചിന്നുവിനെ മൃദുവായി ഉയർത്തി. ഒരൽപ്പം പോലും പോറലേൽപ്പിക്കാതെ തമ്പു അവളെ പുറത്തെടുത്തു. ചിന്നു സന്തോഷത്തോടെ തമ്പുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ചിറകടിച്ചു പറന്നു. കാട്ടിലെ എല്ലാ ജീവികളും തമ്പുവിനായി കൈയടിച്ചു. അന്ന് വൈകുന്നേരം തമ്പു പുഴക്കരയിൽ വെള്ളം കുടിക്കുമ്പോൾ വയസ്സനാമയായ കുപ്പു അരികിലെത്തി പറഞ്ഞു, തമ്പു, നിന്റെ ഈ വലിയ ശരീരം മരങ്ങൾ പിഴുതെറിയാൻ മാത്രമല്ല, ഒരു കുഞ്ഞു പക്ഷിയെ രക്ഷിക്കാനുമുള്ളതാണെന്ന് നീ തെളിയിച്ചു. നിന്റെ കരുണയാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. ഇത് കേട്ട് തമ്പു സന്തോഷത്തോടെ തന്റെ തുമ്പിക്കൈ കൊണ്ട് കുപ്പുവിന്റെ പുറത്ത് മെല്ലെ തട്ടി. അന്ന് രാത്രി ചന്ദ്രപ്രകാശത്തിൽ കാട് മുഴുവൻ ഉറങ്ങിയപ്പോൾ തമ്പുവിന്റെ മനസ്സിൽ ഒരു വലിയ സത്യം തെളിഞ്ഞു നിന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? യഥാർത്ഥ ശക്തി എന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, മറിച്ച് അവരെ കരുതലോടെ സംരക്ഷിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.